Hi friends, welcome back to our Karakam vlog. ഇന്ന് നമ്മൾ പോകുന്നത് ദേ ആ കാണുന്ന പാറക്കെട്ടിലേക്കാണ്. അതാണ് മെൽബണിലെ ഹാങ്ങിങ് റോക്സ്. നമ്മളങ്ങ് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഫ്രണ്ടിൽ തന്നെ നമുക്കിത് ഇങ്ങനൊരു മാപ്പ് കാണാൻ പറ്റും. മാപ്പൊക്കെ നോക്കി പഠിച്ച ശേഷം നമ്മളിതേ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുക കേട്ടോ. ഈ ഹാങ്ങിങ് റോക്സിനെ നമുക്ക് വേണമെങ്കിൽ മെൽബണിലെ ഗുണാക്കേവ് എന്നും കൂടി വിളിക്കാം. അതെനിക്ക് തോന്നിയതാട്ടോ. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, ഇത് കണ്ടോ, ഒരു മരത്തിൻ്റെ വേരാണ് കേട്ടോ കിടക്കുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഹാങ്ങിങ് റോക്സിൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ ആണത്. ഈ റോഡ് കയറി അങ്ങ് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സൈഡിൽ ഒരു സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഹാങ്ങിങ് റോക്സിലേക്ക് സ്റ്റേഴ്സ് വഴി പോവാം, അല്ലെങ്കിൽ റാമ്പ് വഴി പോവാം. ഞങ്ങൾ ചൂസ് ചെയ്തത് സ്റ്റേഴ്സ് ആണ്. അത് കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിരിക്കുമെന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് നമ്മൾ ആ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വഴി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് നമ്മൾ വിചാരിച്ചു. നമ്മളപ്പോൾ സ്റ്റേഴ്സ് ചൂസ് ചെയ്ത് പോവുകയാണേ. നമ്മൾ സ്റ്റേഴ്സ് ചൂസ് ചെയ്തെങ്കിലും ഇത്രയും സ്റ്റേഴ്സ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ഏതായാലും ചൂസ് ചെയ്തല്ലേ, നമുക്ക് കയറാം. നമ്മൾ ഈ കയറുന്ന സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് കുത്തിനെയുള്ളതായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ കയറുന്നത്. നമുക്കുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും തോറും ഒരു വല്ലാത്തൊരു നിഗൂഢത ഫീൽ ചെയ്യുന്നില്ലേ? ചുറ്റിനും വലിയ വലിയ പാറക്കെട്ടുകൾ, കൂടാതെ ഈ ഇടുങ്ങിയ വഴികൾ, ഇതെല്ലാം കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലിംഗ് ആണുള്ളത്. ഈ ഒരു സ്ഥലത്ത് ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് പണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എൻഡ് ഓഫ് ദി വ്ലോഗ് ആകുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം. ഞാൻ കണ്ടില്ലേ, അതൊരു വലിയ റോക്കാണേ. ഞാൻ നേരെ നിന്നാൽ ചിലപ്പോൾ എൻ്റെ തല അവിടെ ഇരിക്കും. അപ്പം അതൊക്കെ ഞാൻ കുനിഞ്ഞൊക്കെയാണ് പോകുന്നത്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഗുണാക്കേവിലുള്ള പോലത്തെ ചെറിയ കുഴികളും കിടങ്ങുകളൊക്കെ ഇത് നമുക്ക് ഇവിടെയും കാണാം കേട്ടോ. ഇവിടെ കുറച്ച് നിരപ്പായൊരു സ്ഥലമാണ്. അവിടെയും കുറേ റോക്സ് ഉണ്ട്. എങ്കിലും ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. വേണമെങ്കിൽ ഈ പാറക്കെട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് സ്നാക്കൊക്കെ കഴിച്ചിട്ടൊക്കെ വേണമെങ്കിൽ പോവാം. നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. ശരിക്കും ഇതൊരു കാടിൻ്റെ ഉള്ളു പോലെ തന്നെയാട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതുപോലത്തെ ഒരു നിരപ്പായ സ്ഥലത്തേക്കാട്ടോ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത്.
2 വലിയ പാറക്കെട്ടുകൾക്കിടയ്ക്ക് ഒരു കുഞ്ഞി കല്ലിരിക്കുന്നതുണ്ടോ? ഭയങ്കര രസമില്ലേ ഇത് കാണാൻ? നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ഫോട്ടോ സ്പോട്ടായിട്ടൊക്കെ വേണേൽ പറയാം കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ദേ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് കേട്ടോ. ടാറിട്ട റോഡ് ദേ ഏകദേശം ഇവിടെ തീരുവാണ് കേട്ടോ. ഇനി മുകളിലേക്ക് നമുക്ക് പാറയുടെ ഇടയിലൂടെയൊക്കെ നടന്ന് കയറണം. ഇതാ ഈ ആരോ സൈൻ കണ്ടോ? ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പല പാറകളിലും ഇങ്ങനത്തെ ആരോ സൈൻസ് കാണാൻ പറ്റും. നമ്മൾ അത് ഫോളോ ചെയ്തങ്ങ് പോയാൽ മതി, എളുപ്പമുണ്ട് നമുക്ക് എത്താൻ. ഇതേ ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഒരു പടി താഴത്തേക്ക് ഇറങ്ങി. അവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു. ഇനിയിപ്പോൾ നമുക്ക് വഴിയെങ്ങാനും മാറിപ്പോയോ എന്നൊരു കൺഫ്യൂഷൻ തോന്നി. പക്ഷെ നമ്മൾ എന്തായാലും സൈൻ ബോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇതാ ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഇങ്ങനത്തെ ഗ്രില്ലിട്ടേക്കുന്ന ഒരു പാത്ത് വേയിലേക്കാണ്. ഈ കാണുന്ന റോക്ക് എങ്ങനെയുണ്ട്? ഞാൻ അതിൻ്റെ മുകളിൽ കയറി നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഒരു സന്തോഷം. ഈ വ്യൂ കണ്ടോ? നല്ല നീല ആകാശവും താഴെ പരന്ന് കിടക്കുന്ന ഈ ഭൂമി. വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. ഇനിയും മുകളിലേക്ക് കുറച്ചുകൂടി പോകാനുണ്ട് കേട്ടോ. പക്ഷെ ഇവളെയും കൊണ്ട് അങ്ങ് പോകുന്നത് അത്ര സേഫ് അല്ലാന്ന് തോന്നിയോണ്ടേ ഞങ്ങൾ ഇവിടെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങിരുന്നു, അവളുടെ കുറച്ച് ഫണ്ണൊക്കെ ആയിട്ട്. നിങ്ങളെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ കാണിക്കുന്നതിന് വേണ്ടി ക്യാമറയായിട്ട് എൻ്റെ ഹസ്ബൻഡ് മുകളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതേ കാണുന്നില്ലേ? ഇതാ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ നിൽക്കുന്നതിന്. കണ്ടില്ലേ, കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ദേ ഇതാണ് ആ ഹാങ്ങിങ് റോക്സിൻ്റെ ഫുൾ വ്യൂ. ഏറ്റവും താഴെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ദാ ഇവിടെ നമ്മൾ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇത് ഈ കാണുന്ന സ്ഥലം കണ്ടോ? ഇതൊരു ചെറിയ വ്യൂ പോയിൻ്റാണ്, അത്യാവശ്യം സേഫുമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞാനും മോളും കൂടെ കുറച്ച് നേരം ആ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചു കേട്ടോ. തിരിച്ച് നമ്മൾ ഇറങ്ങിയതേ റാം വഴിയാണ്. ഇത് ഈ കാണുന്ന വഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇത് അങ്ങ് ദൂരെ ഒരു കല്ല് കാണുന്നില്ലേ? ദേ ശരിക്കും ഒരു ക്യാങ്കറ് പോലെ ഇല്ലേ അത് കണ്ട? മോളാട്ടോ എന്നെ കാണിച്ചു തന്നത്. വലിയ കല്ലാണിതേ, എന്തൊരു ഹൈറ്റാന്ന് നോക്ക്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടോ. ഇനി നമ്മൾ പോകുന്നത് ദേ ഈ കാണുന്ന മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫോർമേഷനൊക്കെ കാണാൻ പറ്റും. ഈ ഹാങ്ങിങ് റോക്സിൻ്റെ ഫോർമേഷനെ കുറിച്ചുള്ളൊരു ഇല്ലുസ്ട്രേഷനും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ചും കണ്ടുമൊക്കെ പോവാം. അതുകൂടാതെ ദേ ഇവിടെ ഒരു മിനിയേച്ചർ ഹാങ്ങിങ് റോക്ക് തന്നെ നമുക്ക് കാണാം. ഇനി ഞാൻ നിങ്ങളോടെ തുടക്കത്തിൽ പ്രോമിസ് ചെയ്തതുപോലെ ഇവിടെ നടന്ന ആ സംഭവത്തെക്കുറിച്ച് പറയട്ടെ. ആ ഇൻസിഡൻ്റ് ആണ് ദേ ഇവിടെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കുട്ടികളുടെയൊക്കെ സ്റ്റാച്യൂസ് ശ്രദ്ധിച്ചോ? പണ്ട് 1900 ഒരു വാലന്റൈൻസ് ഡേയിൽ ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ നിന്നും 10-20 പെൺകുട്ടികളും കുറച്ച് ടീച്ചേഴ്സ് അടങ്ങുന്ന ഒരു സംഘം ഇവിടെ പിക്നിക്കിന് വന്നിരുന്നു. അവരുടെ പിക്നിക്കൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പ് 4 കുട്ടികളും ഒരു ടീച്ചറും ഹാങ്ങിങ് റോക്സിൻ്റെ ഉള്ളിലേക്ക് അതിനെ അടുത്ത് കാണുന്നതിന് വേണ്ടി പോയി. കുറേ സമയങ്ങൾക്ക് ശേഷം
അവരിലൊരു പെൺകുട്ടി വളരെ പാനിക്കായിട്ട് തിരികെ എത്തി. ആ കുട്ടിക്ക് അവർക്ക് എന്ത് സംഭവിച്ചു എന്നോ ഒരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറേ ആളുകളും പോലീസും മറ്റും ദിവസങ്ങളോളം കാണാതെ പോയ കുട്ടികൾക്കും ടീച്ചറിനും വേണ്ടി ഇവിടെ സെർച്ച് നടത്തി. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം അവരുടെ തിരച്ചിലിനൊടുവിൽ ഒരു കുട്ടിയെ ഇഞ്ചേർഡായി ഒരു ഓർമ്മയും ഇല്ലാതെ കണ്ടെത്തി. ബാക്കിയുണ്ടായിരുന്ന 2 കുട്ടികളെയും ടീച്ചറിനെയും കുറിച്ച് ഇന്നും ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഇവരുടെ മിസ്സിംഗ് ഒരു മിസ്റ്ററിയായി തുടരുന്നു. ഈ ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കി പിക്നിക് അറ്റ് ഹാങ്ങിങ് റോക്സ് എന്ന് പറഞ്ഞൊരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറക്കം ദേ ഇവിടെ തീരുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.